ക്ഷണിക്കൂ. ഏയ് ക്ഷണിക്കും. നേരെ എത്രയെന്ന് അറിയാമോ? ഇത്ര പെട്ടെന്ന് നേരം വിളിത്ത? രാത്രി എപ്പോഴാ തിരിച്ചു വന്നത്? ഒരു പിടിയുമില്ല. ഇന്നലെ കോൾ അന്തോണിക്കായിരുന്നു. അവന് 2-3 മലയണ്ണാനെയും ഒരു കാട്ടുകോഴിയും കിട്ടി. നമ്മുടെ പിടിയിൽപ്പെട്ടത് ഇതാ 2 മുയല. പക്ഷേ മുയലിനെ കിട്ടാനാ ബുദ്ധി വേണ്ടത്. ഈ പാതിരയ്ക്ക് കാടായ കാട് മുഴുവൻ കയറിയിറങ്ങി എന്നും ഇങ്ങനെ ഈ വെടിയർച്ച കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, അന്തോണിയുമില്ലേ? അന്തോണിക്ക് ഇത് തൊഴിലാ. വിൽക്കാൻ ഇറച്ചി കിട്ടിയില്ലെങ്കിൽ അയാളുടെ കുടുംബം പട്ടിണിയാവും. അതേ, ഞാൻ പോകുന്നത് അവനൊരു കൂട്ടനാണെന്ന് വെച്ചു. ഞാൻ കാട്ടിൽ മരം വെട്ടാൻ പോകുമ്പോ അവൻ എനിക്ക് കൂട്ടുവരാറില്ലേ? അതുപോലെയാണോ ഈ മഞ്ഞും കൊണ്ട്? സുശീലേ, മറ്റുള്ളവർക്ക് ചെയ്യാനാകുന്ന സഹായം ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ദോഷവും വരില്ല. ഒരു ദോഷവും വരില്ല. നീ എന്താ മുഖം വീർപ്പിച്ചു നിൽക്കുന്നത്? പോയി ഒരു കട്ടൻ ചായ ഇട്. ഉഷയുടെ രാജുമോനെ കൊണ്ട് കുളിക്കാൻ പോയിരിക്കാ. അമ്മായി തോറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ വരാം. തോറ്റു എന്നെ കണ്ണടിച്ചിരിക്കും. ഇനി നിന്നെ ഞാൻ വിടില്ല. വരുന്നു. സത്യമ്മേ, സത്യപാലോ, സത്യപാലൻ തടി വെട്ടാൻ പോയോ? ഉഷേ ഇല്ല, ചേട്ടൻ കഞ്ഞി കുടിക്കുന്നേ ഉള്ളൂ. ഇന്ന് എന്തെത്ര വൈകിയത്? വൈകാൻ കാരണം താൻ തന്നെയാടോ. ഇനി തന്റെ കൂടെ മാലിനെയും മുയലിനെയും പിടിക്കാൻ പോകാൻ പാടില്ലെന്ന പെണ്ണും പിള്ളയുടെ കൽപ്പന. ആരുടെ കൽപ്പന? പെണ്ണുമ്പിള്ളയുടെ കൽപ്പന. അതിപ്പോ പുത്തരിയൊന്നല്ലല്ലോ, പെണ്ണുങ്ങളായ അങ്ങനെയൊക്കെ പറയും. താൻ ഇറച്ചിയും വിറ്റ് വീട്ടിലുള്ള കാശ് ഉണ്ടാക്കിയിട്ടാ വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഇപ്പൊ പണിക്ക് ഇറങ്ങിയിട്ടേ ഉള്ളു. പാപ്പോ മോളെ, അടുപ്പത്ത് വെള്ളം തിളയ്ക്കും, നീ പോ. മോനെ, അച്ഛനൊരു ഉമ്മതാ. പാപ്പോ. നിങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ആ കള്ളന്മാർ ഞങ്ങൾ ജീവനോടെ വിടില്ലായിരുന്നു. ഇനി പേടിക്കണ്ട. അവന്മാരല്ല, അവന്മാരുടെ അപ്പൂപ്പന്മാർ വന്നാലും ഞാനേറ്റു. തെമ്മാടിത്തനത്തിന് വേണ്ടി വരും അതിര്. നിങ്ങൾ എവിടുന്ന് വരിക? ഞങ്ങൾ പട്ടണത്തിൽ നിന്ന് വരികയാണ്. കുറെ ദൂരം വന്നപ്പോഴാണ് വഴി തെറ്റിന്ന് മനസ്സിലായത്. ഇന്ന് ഏതായാലും രാത്രിയാകാറായി. ഈ വഴിക്ക് കള്ളന്മാരുടെ ശല്യം എന്നും ഉള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി എവിടെയെങ്കിലും കഴിഞ്ഞിട്ട്
നാളെ രാവിലെ പോയാൽ മതി. നാളെ രാവിലെ പോയാ മതി. ആ. അയ്യോ, കാലം മുറിഞ്ഞിട്ടുണ്ടല്ലോ. വരും, എന്റെ വീട്ടിൽ പോ. മരുന്ന് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പം. സാറെന്തായിരുന്നു ഞെളിയും പിരിയും ചെയ്യണേ? കുറുക്കിന് ആവി പിടിക്കണം. ആ മരത്തെ പിടിച്ച് വളച്ചു നിർത്തി കെട്ടിയിരുന്നല്ലേ? ഓ വേണ്ട. ഇനി സാരല്ലേ സാറേ, നീ ഇതുകൊണ്ട് അകത്തേക്ക്. നാളെ നേരം വിളിക്കുമ്പോ എല്ലാം മാറിക്കോളും. സത്യപാലനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കാട്ടിൽ എവിടെയും കിടന്ന് മരിച്ചേനെ. ദൈവമാണ് നിങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളെക്കാൾ സന്തോഷം എനിക്കാ. എന്റെ സ്വഭാവം അങ്ങനെയാ സാറേ, അല്ലേ സുശീലേ? ദേ, ഇവൾക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഫലം ദൈവം നമുക്ക് തരും. ദൈവം നമുക്ക് തരും. ആ 2-3 ഗ്ലാസ് കിട്ടും. ഏയ്, 2-3 ഗ്ലാസ് എടുത്തുണ്ടോ? ഇത് കൂടിയ കള്ളായിരിക്കും. ഇത് കള്ളും ചാരയൊന്നുമല്ല. ഇവൻ സാധനം വേറെ, വിദേശി. കുടിക്കും. അയ്യോ വേണ്ട സാറേ, ഞാൻ കുടിക്കില്ല. എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങളുടെ സന്തോഷത്തിനല്ലേ. അയ്യോ സാറേ, കുടിക്കുന്നത് പാപമാണ്. ഇത് താൻ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഒരു തരം മരുന്നാ. നോക്ക്. ക്ഷീണം മാറ്റാനായി സായിപ്പന്മാരുണ്ടാക്കിയ മരുന്നാ. പേടിക്കാനൊന്നുമില്ല, കുടിച്ചോളൂ. വേണ്ട സാർ. സത്യപാലിന് ഞങ്ങൾ വിശ്വാസമില്ലേ? ഞങ്ങൾ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൂപ്പന്മാർ വരെ കഴിക്കുന്ന മരുന്ന് ഇപ്പോൾ അതിന്റെ 10 ഇരട്ടി ശക്തിയും കിട്ടും. ഇതാ കുടിച്ചു നോക്ക്. ഇതാ കുടിക്കും. മതി സാർ. അയ്യോ, ഇതൊന്നും പോരാ. 4-5 പെഗ്ഗെങ്കിലും കഴിച്ചാലേ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും. ആ കുടിക്കോ. വെരി ഗുഡ്. Come on, come on.